ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് റൂട്ടീനൊന്നും നമ്മൾ ചെയ്യണില്ല. കാരണം ഇതിപ്പോൾ ഈവനിങ് ആയി, 2 പേർക്ക് ഓഫുള്ള ദിവസമാണ്. ശരിക്കും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊരു ടൈം കിട്ടുന്നത്. അപ്പോൾ ഇന്ന് എനിക്കും ചേട്ടനും ഓഫാണ്. സോ നമ്മൾ ഈവനിങ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് തൊട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണാം. Bye, see you. അപ്പൊ നമ്മള് ടെസ്കോയിലോട്ടാണ് സാധനം മേടിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് എൻ്റെ ഷോർട്സിലൊക്കെ ടെസ്കോയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ളതായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ടെസ്കോയാണ്. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നാളെ എനിക്ക് വർക്കുണ്ട്. കുറച്ച് നാൾ ഓഫായിരുന്നതിന് ശേഷം പോകുന്ന വർക്കാണ്, വർക്ക് ഡേ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് റീസ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ഇന്നുണ്ട്. ഓൾറെഡി ഇന്നത്തെ 3/4 ഡേ പോയി കഴിഞ്ഞു. കുറച്ച് എന്താ പറയുക, ഭയങ്കര ലേസി ഡേ ആയിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ശരിക്കും ഇന്ന് ഷോപ്പിങ്, ജസ്റ്റ് റീസ്റ്റോർ, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണ് കഴിച്ചത്. അപ്പോൾ ഇനി നൈറ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, സാധനം മേടിക്കണം, വീട്ടിൽ വരണം, ഉറങ്ങണം, അത്രേ ഉള്ളൂ. പിന്നെ നാളെ വർക്കുണ്ട്. കാണാം, ബൈ. അപ്പോൾ ഇപ്പം ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ജാക്കറ്റ് മസ്റ്റാണ്. കാരണം അമ്മാതിരിയാണ് തണുപ്പ്. 1 ഡിഗ്രിയാണ് ഗുയിസ് ഇപ്പോൾ ഇവിടെ തണുപ്പ്. സോ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മസ്റ്റ് ഹാവ് ആണ് ജാക്കറ്റ്. ഷോപ്പിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ റെഡി ആവാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോണിൽ കുത്തുവാണ് ഒരാള്. ലൈറ്റ് പണി തന്നു. നമുക്ക് ലൈറ്റ് ടെസ്കോ പോകുമ്പോ മേടിക്കാം അല്ലെ? ഇത് നമുക്ക് ഊരാൻ പറ്റുമോ? ഇതില് ചവിട്ടി നിക്കാന്നാണോ? വേറെ ലാഡർ ഇല്ലല്ലോ. സൂക്ഷിച്ചേ. അയ്യോ, ലൈറ്റ് ഇവിടെ. പിന്നെ ഇപ്പം തോന്നണം ടെൻഷൻ കണ്ടുകൂടല്ലോ. മലയാളിയുണ്ടോ? മീൻകറി വെക്കുന്ന മണം ആയിരിക്കില്ല, അത് മറ്റേ വേറെ ഫുഡായിരിക്കും. തരാലോ സാർ. നല്ല തണുപ്പുണ്ട്. തുറക്കട്ടെ. വന്നിട്ട് തിരിച്ചോടി ഈ എടുക്കാൻ മറക്കും. വായി നോക്കല്ലേ ചോട്ടു. എന്തോ ഇവിടെ ഇതാണോ?
എനിക്ക് സ്പിനാച്ച് മേടിക്കണം. എല്ലാം വാങ്ങിച്ചു കൊടുക്കും. റോട്ട താടാ, നാളത്തെ റോട്ട. ഇല്ല ഇല്ല ഇല്ല, എന്റെ വ്ളോഗാണ്. നാളത്തെ റോട്ടതാ. ഇതാക്കല്ലേ എന്റെ വ്ളോഗില് ഹായ് പറ. സാൽമൺ, പിന്നെ ട്യൂണ വേണം. പറഞ്ഞാൽ എന്ത് ഫിഷാണ്? കഴിച്ചു നോക്കല്ലേ, ഇതെന്താണോ ആവോ. Must. Butcher's choice. എനിക്ക് ചിപ്സ് വേണം. ചിപ്സ്. എനിക്ക് കുഞ്ഞു ചിപ്സ് മതി. ഇതെന്താ? അത് തന്നെ എടുക്കാം. ഡയറ്റ് ആണ്. എനിക്ക് കേക്ക് ഒന്നും വേണ്ട. ഇതെന്താ സാധനം? പക്ഷെ ഇതിനകത്ത് എന്തോ പൂപ്പല് പിടിച്ച പോലത്തെ സാധനം ഉണ്ട്. ഇതിന്റെ ഡിസൈൻ ആണോ? എടുക്കട്ടെ. കടല. പക്ഷെ അന്ന് ഇവിടെ നിന്ന് എടുത്തില്ലേ ലെമൺ പിക്കിള്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പറാത്ത അവര് റീസ്റ്റോർ ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ഫുള്ള് കഴിഞ്ഞതാണല്ലേ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഫിഷ് അലർജി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഈ പ്രോൺസ് ഒക്കെ വാങ്ങിച്ച് ഒരുപാട് കഴിച്ചാല് എന്തെങ്കിലും അലർജി വന്നാലോ. അതെ, ഇതാണ് ഇന്ത്യൻ സെക്ഷൻ. ഗുഷ് ഇന്ത്യൻ സെക്ഷൻ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ചില്ലി പൗഡർ ഉണ്ട്, ഇത്രേ ഉള്ളൂ. പക്ഷെ അന്ന് ഇവിടെ ഒരു ബനാന ചിപ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ചിപ്സ് നോക്ക്, ഇത് വന്നിട്ട് ഡേറ്റ്സ് വലിയ പാക്കറ്റ്. ആകെ ഇത്രേ ഉള്ളൂ, ബാക്കി എല്ലാം കോമൺ ആണ്. ചുമ്മാ ഇരിക്കും, അങ്ങനെയൊന്നും പറയില്ല. നമുക്ക് ഇവിടെ ബട്ടർ കിട്ടും. ആ ബട്ടർ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ബട്ടർ വെച്ച് നമുക്ക് നെയ്യ് വേണേൽ ഉണ്ടാക്കിയെടുക്കാനുള്ളത്. ബട്ടറായിട്ട് യൂസ് ചെയ്താലും മതി. ചൂട് പട്ടിയാണോ വാങ്ങിച്ചുണ്ടാക്കണ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഫിഷ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞു. ഉറപ്പാണോ? എല്ലാരും മേടിച്ച് ഫിഷ് കറി. ഇതാണ് മത്തി. ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ, എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും സോഴ്സ് ഓഫ് ഒമേഗ 3. ഈ ടൊമാറ്റോ സോസിലൊക്കെ ഇട്ട ഇതൊക്കെ ഇവര് വെച്ച് കറി നിൽക്കുന്നതാണ്. എങ്ങനെ കഴിക്കണം? തറയിൽ വാരി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നെടുത്ത് പൊക്കി വയ്ക്കാനുള്ള ഇവരെ നമ്മളെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല ഒന്നാം മുട്ട, നാടൻ മുട്ടയെന്നല്ലേ നമ്മുടെ അവിടെ പറയണ. പക്ഷെ ശരിക്കും ഇവിടെ എന്തെങ്കിലും ഡിസ്റ്റിങ്ക്യൂഷൻ അങ്ങനെ ഉണ്ടോ? നമുക്കറിയില്ല. നമ്മൾ എടുക്കുന്നു, കാണുന്നു, എടുക്കുന്നു. ചുവന്ന കളറിൽ നമ്മുടെ നാട്ടിലെ നാടൻ കോഴിയാണ്.
ബോംബ കൊള്ളാല്ലേ? പുതിയ കുറെ സാറിലൊക്കെ പോയാൽ നമുക്ക് അടിക്കാൻ പറ്റും. നോ ആൽക്കഹോൾ. ഇല്ല, ഒരു കുഞ്ഞു നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ചെറുതൂടെ ചെറുതില്ല. കുഞ്ഞു ബോട്ടിൽ എടുക്കാം. കുഞ്ഞണ്ടാ. ഏറ്റവും ചെറുത് ഇനി എടുക്കില്ല. ബാഡ് ബോയ്. ഇത് ചെറുതല്ലേ? ബർത്ത്ഡേക്ക് ഒരു ബോട്ടിൽ കഴിച്ചല്ലേ ഉള്ളൂ. ബാഡ് ബോയ് അവിടെ വയ്ക്ക്. ഇല്ല, ഇത് മാത്രം ഇനിയില്ല. ഇതന്നെ അടുത്തന്നെ ഒരു മാസം കഴിഞ്ഞാൽ കേൾക്കണല്ലോ. ഏറ്റവും ചെറുതല്ലേ കേടി? ഏറ്റവും കുറഞ്ഞാണ് ഞാൻ എടുത്തേക്കുന്നത്. 19 പൗണ്ട് ഓഫർ. ക്യാഷിനല്ല, ഹെൽത്ത് ആണ് വിഷയം. നമ്മള് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ലൈറ്റ് ആണെന്ന്. നീണ്ട ഒരു ലൈറ്റ്. എല്ലാം ഒന്നുപോലെ തന്നെയായിരുന്നു. ഇവിടുത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിഞ്ഞൂടല്ലോ. ഇല്ല കേട്ടോ, എല്ലാം സെയിം ആണ്. എനർജി ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് എടുക്ക. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അറിയില്ല. We'll need to approve this item when you pay. എത്ര രൂപയായി ടോട്ടല്? 147 ഇന്ത്യൻ റുപ്പീസ്. 14,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചാണ് നമ്മൾ പോകുന്നത്. എനിക്ക് നോക്കണ്ട. പറയാത്ത കിട്ടാത്ത ദുഃഖത്തിൽ ഷോട്ടോനോടൊപ്പം ഇത് തുടക്കാൻ നമുക്ക് ഒന്നും കണ്ടുകൂടാ. ഇനിയിപ്പൊ അങ്ങ് മറ്റേ ഹോഷം വരെ പോവേണ്ടി വരുമല്ലോ പറയാത്ത വാങ്ങി. ടെസ്കോ കാർ ഇന്ത്യക്കാർക്ക് വേണ്ടി പറയാത്തെങ്കിലും വാങ്ങിച്ചു വെക്കണം. ഞാൻ ഇപ്പൊ നിന്റെ തന്ന എന്റെ ഈ പോക്കറ്റിലുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ് ഇനി ശരിയാവോ നോക്കണം. Oh my God. എനിക്ക് പോണ്ട. എനിക്ക് വയ്യ നാളെ ജോലിക്ക് പോവാൻ. കൊള്ളാം കേട്ടോ, കൊള്ളാം. ഇത്രയും ദിവസം ഞാൻ പോയില്ല, അപ്പൊ നീ ഇവിടെ ചുമ്മാ ഇരിക്കല്ലായിരുന്നു. ഇനി നീ പോ, ഞാൻ കുറച്ച് ദിവസം ചുമ്മാ ഇരിക്കും. വുമൺ എംപവർമെന്റാ. നമ്മളെല്ലാം ഇക്വാളിറ്റിയാണ്. വിമൻ ജോലി ചെയ്യുക. കൊള്ളാം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. മെന്നാണ് വലുതെന്നുള്ളൊരു ഇതില്ല. വിമൻ ജോലി ചെയ്യുക, വീട്ടിൽ ഇരിക്കുന്നു. അയ്യോ, നമ്മൾ ഇത് എടുത്തോണ്ട് പോയി. ടോർച്ച് അടിച്ചു തരണോ? പറ്റുമോ? ടോർച്ച് അടിച്ചു തരാനാ? ടോർച്ച് വേണമെന്നില്ല. അൽ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഒരു ബൾബ് ഇടാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ. നീ ചുമ്മാ വിളച്ചിലെടുക്കാം. ഓണാക്കി വെക്കാം. ഓ പൊളി വിഷയം. ഓ കത്തി, നമ്മൾ ജയിച്ചു ജയിച്ചു ജയിച്ചു. പറയൂ ബാക്ക് ബാക്ക്. നമുക്ക് ആ കവറ് കളയാനുണ്ടായിരുന്നല്ലേ, വേസ്റ്റ്. അതിനിപ്പോ നാളെ രാവിലെ പോകുമ്പോ എടുത്തോണ്ട് പോവാം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വന്നാ ഇത് നോക്കാം. ഇത് വാങ്ങിച്ച ഫസ്റ്റ് ഡേ ആണിത്. നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്ലെറ്റ്
അല്ല ഈ സ്റ്റോറേജ് വെള്ളം സ്റ്റോർ ചെയ്യുന്ന അപ്പൊ നിറയെ വെള്ളമുണ്ട്. പക്ഷെ എന്റെ പൊന്നി ഇത് ഇത്ര ഈ മുറിക്കകത്തുള്ള ഈർപ്പാണ്. പക്ഷെ നല്ല ക്ലിയർ വാട്ടർ. ഈ മുറിക്കകത്തുള്ളതല്ല, ഫുള്ള് ഏറെക്കുറെ കുറച്ചൊക്കെ ഈ വീട്ടിന്റെ ഫുൾ ഇതാണ്. പക്ഷെ അത്രയും വന്നിട്ടില്ല. എന്നാലും നമ്മുടെ ആ റോസ് ഒക്കെ വാടിപ്പോയി. ഇത് നമുക്ക് ഇനി കാണാൻ 25 ഡിഗ്രിയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില് അല്ലേ? 25 അല്ലേ? 25 എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവിടെ ഭയങ്കര നാട്ടില് നല്ല ചൂടാണ്. ഇപ്പൊ ഒരു 30 ഒക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും നാട്ടില്. അല്ല എന്നാലും 25 ഒരു 29 എങ്കിലും നാട്ടിലുണ്ടായിരിക്കും. ഓർത്തോളൂ ഇതാണ് വെച്ചേക്കുന്നത്. ഹലോ മാജിക് ആണ്. അതെന്താ മാജിക് ആണ്? പറാത്തല്ലേ? ഹലോ ഹലോ ഞാൻ ചൂടാണോ? ഇല്ല ഞാൻ ചൂടാ. കളയാനുള്ളതാണ്. ഞാൻ തുടങ്ങിയതല്ല കേട്ടോ. ഇന്നലെ കണ്ട അടുക്കള നമ്മുടെ വർഷങ്ങളായിട്ട് അടുക്കളയെല്ലാം അടുക്കളയിലായിരുന്നോ ജോലി? അല്ല, നമ്മള് നമ്മുടെ സർവൈവലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചോടെ. ശരിയാണേ. നിലനിൽക്കണ്ടേടായി ഒറ്റയ്ക്കായി പോയാലും. അപ്പൊ ഒറ്റയ്ക്കാവാൻ പ്ലാൻ അങ്ങനല്ല, ഇത് മുന്നത്തെ കാര്യമാണ്. ശരി ശരി. അഥവാ ഇനി ആയാലും നമുക്ക് ജീവിക്കണ്ടേ. ഓക്കേ. ബയോളജിക്കലി ഇമ്പോസിബിൾ. നീ മുട്ട ഇടും. എനിക്ക് മുട്ട വേവിക്കാൻ ഇടാനേ പറ്റുള്ളൂ, മുട്ട ഇടാൻ പറ്റില്ല കേട്ടോ കുട്ടി. ശരി, നീ വേവിക്കാൻ ഇടും. ഇപ്പൊ തൽക്കാലം ഞാൻ ഇത് ഉണ്ടാക്കാം. ഉണ്ടാക്കാത്തത് ഈ പറാത്തയുടെ മാവ് കുഴച്ച് ഈ ഷേപ്പിന് പരത്തി ഇത്രയും സെറ്റ് ചെയ്തത് കൊച്ചാണെന്ന്. ചുമ്മാ പറാത്തയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ചുട്ട് വയ്ക്കുന്നതാണ്. ഷെഫ് കൊള്ളില്ല, ഒന്നും പറയുന്നില്ലേ? വലിയ അപ്പൻ ഹലോ. നന്നായിട്ട് വരണല്ലേ? പക്ഷെ അതില് ഇത് വരണം, വെള്ളം വീണ്. അതെ അതെ, ഞാൻ ആ തേപ്പുകാരി. എനിക്ക് തേക്ക അറിഞ്ഞൂടാ പണ്ട് തൊട്ടേ. ഞാൻ ഇത് കേക്കുന്ന മുമ്പത്തെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും തേക്ക അറിഞ്ഞൂടാ. ഇങ്ങനെ അടിക്കണം എന്നിട്ട് തേക്കണം. തേക്കാൻ പഠിപ്പിച്ചു തരുവാണോ? എനിക്ക് തേക്കാൻ അറിയില്ല, സോറി. ഇത് അടിക്കണ്ട, ഇത് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം തെറിക്കും. കൊള്ളാലോ കൊള്ളാലോ ചേട്ടോ. എനിക്കില്ല, അതെങ്ങനെയുണ്ട്? എവിടെ പോണു ചോട്ടി? ഗുഡ് നൈറ്റ്.